ഇന്തോനേഷ്യയിൽ വീണ്ടും ശക്തമായ ഭൂചലനം. ഇന്തോനേഷ്യയെ വിറപ്പിച്ച വൻ ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ചും തുടർച്ചയായ ശക്തിയായ തുടർചലനങ്ങളെക്കുറിച്ചുമുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂചലനം തീരദേശ ജനതയെ അങ്ങേയറ്റം ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഇന്തോനേഷ്യൻ സമയം ശനിയാഴ്ച പുലർച്ചെ 5:58 നാടിനെ ഞെട്ടിച്ച ഭൂചലനം ഉണ്ടായത്. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് മേഖലയിലെ ഉപരിതലത്തിൽ നിന്ന് കേവലം 10 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഈസ്റ്റ് നൂസ തെങ്കാര പ്രവിശ്യയിലെ പ്രധാന നഗരമായ എൻഡെയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറായി 68 കിലോമീറ്റർ അകലെയാണ് സമുദ്രത്തോട് ചേർന്നുള്ള ഈ പ്രഭവകേന്ദ്രം രേഖപ്പെടുത്തിയത്. ഉപരിതലത്തോട് ചേർന്നുണ്ടായ ചലനമായതിനാൽ പ്രഭവത്തിന്റെ ആഘാതം അങ്ങേയറ്റം ശക്തമായിരുന്നു. പ്രധാന ചലനത്തിന് പിന്നാലെ പ്രദേശത്ത് വലിയ 2 തുടർചലനങ്ങളും രേഖപ്പെടുത്തി. അതിലൊന്നിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 6.1 വരെ എത്തിയിരുന്നു. ഭൂകമ്പത്തിൽ കൂറ്റൻ കെട്ടിടങ്ങൾ ശക്തമായി കുലുങ്ങുകയും ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ജനങ്ങൾ ഭീതിയോടെ തെരുവുകളിലേക്ക് ഓടിയിറങ്ങുകയും ചെയ്യുന്ന ഭീതിജനകമായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭീകരമായ ഭൗമചലനത്തിന് തൊട്ടു പിന്നാലെ ഇന്തോനേഷ്യൻ സമുദ്ര തീരങ്ങളിൽ വലിയൊരു സുനാമി ദുരന്തത്തിന്റെ ഭീതിയിലാണ്. കടലിനടിയിലുണ്ടായ ശക്തമായ പ്രകമ്പനം വൻ രാക്ഷസ തിരമാലകൾക്ക് കാരണമായേക്കാമെന്ന നിഗമനത്തിൽ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒഴിപ്പിക്കൽ നടപടികൾക്കുമാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഭൂകമ്പം നടന്ന മിനിറ്റുകൾക്കകം ഇന്തോനേഷ്യയുടെ കാലാവസ്ഥ ഭൗമശാസ്ത്ര ഏജൻസിയായ BMKG ഔദ്യോഗികമായി അടിയന്തര സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുകയായിരുന്നു. പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള തീരപ്രദേശങ്ങളിൽ സമുദ്രനിരപ്പിന് 0.5 മീറ്റർ മുതൽ 1.6 മീറ്റർ വരെ ഉയരത്തിൽ ശക്തമായ സുനാമി തിരമാലകൾ അടിച്ചു പറ്റാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമുദ്രതീരങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ഉടനടി ഉയർന്ന പ്രദേശങ്ങളിലേക്കും സുരക്ഷിത താവളങ്ങളിലേക്കും മാറി താമസിക്കാൻ അധികൃതർ കർശന നിർദ്ദേശം നൽകി. ഇന്തോനേഷ്യൻ ദുരന്ത നിവാരണ സേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് അപകട മേഖലകളിൽ നിന്ന് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിച്ചു വരികയാണ്. 7000-ലധികം ദ്വീപുകൾ അടങ്ങുന്ന വിശാലമായ ദ്വീപ് സമൂഹമായ ഇന്തോനേഷ്യ പസഫിക് മേഖലയിലെ സജീവ അഗ്നിപർവ്വതങ്ങളുടെയും ഭൗമഫലകങ്ങളുടെ നിരന്തര ചലനം കാരണം ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്കും അതീവ സാധ്യതയുള്ള പ്രദേശമാണിത്. കടലിനടിയിൽ ആഴം കുറഞ്ഞ ഭാഗത്തുണ്ടായ ഭൂചലനമായതിനാൽ തീരപ്രദേശങ്ങളിൽ ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആളപായമോ ഗുരുതരമായ പരിക്കുകളോ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. ദുരന്ത നിവാരണ സേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് ഭൗതിക നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് തുടരുകയാണ്. അതേസമയം സമുദ്രത്തിലുണ്ടായ ഈ കടുത്ത ഭൂചലനം മൂലം അയൽരാജ്യമായ ഓസ്ട്രേലിയൻ പ്രധാന ഭൂപ്രദേശത്തോ സമീപ ദ്വീപുകളിലോ യാതൊരുവിധ സുനാമി ഭീഷണിയും ഇല്ലെന്ന് ഓസ്ട്രേലിയൻ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സുനാമി മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്തോനേഷ്യൻ തീരങ്ങളിൽ അതീവ ജാഗ്രതയാണ് പുലർത്തുന്നത്. വരും മണിക്കൂറുകളിൽ ശക്തമായ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്.